ഇന്നത്തെ ആനുകാലിക പ്രശസ്തിയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ സവിസ്തരം എനിക്ക് മുന്നേ സംസാരിച്ചവർ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യം അപകടത്തിലാണ്. ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് 2.5 വർഷം മുമ്പ് ഒരു മനുഷ്യൻ ഇന്ത്യയുടെ തെരുവുകളിലേക്ക് നടന്നു നീങ്ങിയത് നമുക്കെല്ലാം വേണ്ടിയാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. SIR ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അശ്രദ്ധ വെച്ചാൽ നമ്മൾ ഈ നാട്ടിലെ പൗരന്മാർ അല്ലാത്ത രീതിയാവുന്ന ഒരു രീതിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ എങ്ങനെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അവർ നടപ്പാക്കുന്നത് RSS അജണ്ടയാണ്. അതിന് നമുക്ക് താഴെ തട്ട് ബലപ്പിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് അല്ലെങ്കിൽ നമുക്ക് മതേതരത്വം സംരക്ഷിക്കുവാൻ ഇവിടെ കഴിയുകയുള്ളൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടിയിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ ഈ നാട്ടിൽ ദാരിദ്ര്യമില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഓരോ കുടിലുകളും ഓരോ വീടുകളും കയറി ഇറങ്ങുന്നവരാണ്. ഈ വാർഡിലെ എല്ലാവർക്കും അറിയാം എവിടെയെല്ലാം ദാരിദ്ര്യമുണ്ടെന്ന്. അവരുടെ എല്ലാം ദാരിദ്ര്യം മാറ്റുവാൻ വേണ്ടിയാണ് നിങ്ങളെ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ വിശദമായി പറയുന്നില്ല, പറഞ്ഞാൽ ഈ സമയമൊന്നും തീരില്ല എന്ന് ഇവിടെ ഉള്ളവർക്കെല്ലാം, എൻ്റെ പ്രസംഗം ശ്രമിക്കുന്നവർക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ, നിങ്ങൾക്കൊക്കെ വാർഡുകളിൽ ഒത്തിരി പണികൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആരും ഉപേക്ഷ വിചാരിക്കരുത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിങ്ങൾ ആരും ഈ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ എല്ലാവരും ഫുൾ ടൈം വാർഡിൽ തന്നെ ഉണ്ടാവണം. വിജയം നമുക്ക് സുനിശ്ചിതമാകണം. 23 വാർഡും നമുക്ക് പിടിക്കണം. നാളെ പഞ്ചായത്തിലെ ലിസ്റ്റ് വരുമ്പോൾ തോറ്റ കൂട്ടത്തിൽ നമ്മുടെ പേര് വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിജയാശംസകളുടെ കൂടെ നമ്മളെ വീടുകളിൽ വന്ന് ഹാരമിട്ട് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും കാണണമെന്ന് എനിക്കതിയായ ആഗ്രഹമുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ, ശുഭപ്രതീക്ഷയിൽ ഞാൻ നിർത്തുകയാണ്. കേരള ഡെമോക്രാറ്റിക് പാർട്ടി KDPയുടെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ശ്രമിച്ച ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.